വെൽക്കം ടു ചാനൽ. അപ്പോൾ എൻ്റെ മിൻഹ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വന്നിട്ടുള്ള ഒരു മുന്തിരിങ്ങ ഒരു ഇതാണ് കേട്ടോ. മുന്തിരിങ്ങ കൊണ്ടുള്ളൊരു ഇതായിട്ടാണ് വന്നിട്ടുള്ളത്. നിറച്ച് കൊട്ടയിൽ മുന്തിരിങ്ങ ആക്കിയിട്ടുണ്ടായിരുന്നു. ഫ്രഷ് മുന്തിരിങ്ങയാണ്. കൊലയിൽ കത്തി പോകണം ചേപ്പിച്ചാണ്. ഫ്രഷ് മുന്തിരിയാണ്. ഇത് ഇങ്ങനെ ഉണ്ടപാത്രത്തിൽ വെച്ച് കേൾക്കാനായിട്ടാട്ടോ. അപ്പം കേൾക്കുമ്പോൾ നിങ്ങൾ എനിക്ക് കാണണം. വേണോ? കുറച്ച് മിക്സ്ഡ് ആയിക്കോട്ടെ. ഞാനിവിടെ വെച്ചു സംസാരിച്ചു നന്നായിട്ട് ഫ്രഷായിട്ട് കുലുക്കി കേൾക്കുന്നുണ്ട്. ഞാനതിൻ്റെ തൊലി നല്ല സ്ട്രോങ് ആയിട്ട് തൊലി പോകുന്നു. തൊലി പോകണമൊക്കെ ഉണ്ട്. കുറച്ച് തൊലിയുണ്ടെങ്കിൽ വേണം. ഇതിന് ഇങ്ങനെ ചെറിയ ഒഴിക്കുമ്പോൾ അതിൻ്റെ തൊലി വെള്ളം അധികം ആകർഷിച്ച് പോകും. എന്നിട്ട് ഒരു 2 പാത്രങ്ങളാണ്. അപ്പം ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ച പാത്രങ്ങളാണിത്. ഇതിവിടെ നല്ല നോക്കി ആ പാത്രത്തിലേക്ക് ഇടണം. ചീനെല്ലാം ഉണ്ടോ ഒക്കെ നോക്കിയിട്ട് ഇട്ടാൽ ഫ്രഷിങ്ങാണ് ഇട്ടെടുത്തു. കശുപത്രം തോന്നി ഫ്രഷിങ്ങാണ്. അരച്ചീനൊക്കെ കാണുന്നുണ്ടെങ്കിൽ രണ്ട് പുത്തർക്കില്ലാത്ത അമ്മ നിൽക്കണം. എനിക്ക് ഇഷ്ടമായിട്ട് ഞാൻ അടുത്തുണ്ട് കടാൻ പറ്റില്ല. ഇഷ്ടമില്ലാത്ത കാണല്ലോ. അത് തന്നെ ഇഷ്ടമാണ്. മുന്തിരിക്കും എനിക്കും അറിയാം. ഫ്രൂട്ട്സ് കഴിക്കാൻ പറഞ്ഞത്. അപ്പം ഞാൻ പോയി മുന്തിരി വാങ്ങി. മുന്തിരി എടുത്തത് നല്ലത് പറഞ്ഞാൽ വാങ്ങിയതിട്ടോ. നമുക്കത് നന്നായിട്ട് കഴിയുമെന്ന് പറഞ്ഞിരുന്നു. അടിഞ്ഞു കൊണ്ടാണ് ഇടുക. ണ്ടോ ഓക്കെ മനസ്സിലാക്കിയായിട്ടോ. അപ്പം ഈ മുന്തിരിങ്ങയൊക്കെ ഫ്രഷാക്കി വെച്ചിട്ടുണ്ട്. തൊലി കളയുന്നു. വലിയ പാടാട്ടോ തൊലി കളയുന്ന നീരെ പോണേ. ഇപ്പോൾ അന്ന് ഞാൻ ഫ്രൈ വെച്ച് സെറ്റ് വെച്ചു. ചെറുതൊന്നും ഇറക്കാൻ വെക്കില്ല. പൊട്ടി കളി കുഞ്ഞേരൊന്നും ഉണ്ടാവില്ല. ഞങ്ങൾ കുരു ഞാൻ തൊലിയാ പറ്റുന്നത്.
ഉണ്ണിമുണ്ണേനെ അച്ചു കുഞ്ഞു കുഞ്ഞു സാധനങ്ങളുണ്ട്. അതിലൊന്നും ഉണ്ടാവില്ല. തൊലി തിന്നുന്നത് മെയിനായിട്ട് കാണുന്നുണ്ടോ? പിന്നെ ആർക്കാച്ചൊന്നും ഇഷ്ടമാണ് തുപ്പൻ തിന്നുന്നത് സച്ചിനുണ്ട്. ഇനി പുറക്കുന്ന ചെറിയ കുഞ്ഞു സാധനങ്ങളാണ് ഇവിടെ. കുഞ്ഞു സാധനങ്ങൾ കഴിഞ്ഞു. രസമല്ലാതെ ഞാൻ തുപ്പും. വലിയ വലിയ ഇങ്ങനത്തെ വലിയൊക്കെയാണ് ഇങ്ങനത്തെ വലിക്കാൻ ഇഷ്ടം. ഇതും പോട്ടെ, ഇതും പോട്ടെ, ഇതും പോട്ടെ. അങ്ങനെ കുഞ്ഞ പ്ലസ്സാണ് ഈ കിടക്കുന്നത്. കുട്ടികൾ ഒന്നും ചെയ്യില്ല, വലിയവർ നശിച്ചേക്കുന്നതാണ്. ഇതാണ് ഗൈസ് യമ്മി. മരിങ്ങനെ തൊലിച്ചിരിക്കുമ്പോൾ എന്താ സുഖല്ലേ? ഉണ്ടാവും വിളിക്കാൻ ഞങ്ങളുടെ കഷ്ടപ്പാടാണ്. സ്കൂൾ പോകുന്ന കുട്ടികൾക്കൊക്കെ നല്ല സുഖക്കാരും അമ്മമാർ പറഞ്ഞേക്കും. ഞങ്ങൾക്കോ കോളേജ് കുട്ടികൾക്കോ എൻ്റെ ജോലിക്ക് എടുത്തിട്ട് പോയാൽ മതിട്ടോ. 8 മണിയൊക്കെ ആയിട്ടുള്ളല്ലോ, 10 മണിക്കല്ല ഞങ്ങൾക്ക് പോകണ്ടേ? ചൂടാകുന്ന അമ്മമാർ നിങ്ങളൊക്കെ ഉണ്ടോ? കേട്ടോ ഗൈസ്. ഞാനും വലുതാകുമ്പോൾ എൻ്റെ മക്കളും ഇങ്ങനെ തന്നെയാണ്. മക്കളോട് ഞാൻ ഇങ്ങനെ തന്നെ. നിങ്ങളെങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ അമ്മമാരെ? നിങ്ങളെ LKG UKG കുട്ടികളെന്ന് പറയില്ല, സിംഗിൾസ്മാരാണ്. 3 ക്ലാസ്. നിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. എടി പോയി ഒരുങ്ങടി. എണ്ണം കുട്ടികളുണ്ടാവില്ല, അമ്മമാരുണ്ടാവും. വിശ്വസിക്കാതെ നമ്മളെ അമ്മമാരെ സ്നേഹിക്കണം. മനുഷ്യന്മാർ ഏലിയൻസിനെ നമ്മൾ സ്നേഹിക്കാൻ പാടില്ല. മനുഷ്യന്മാർ നല്ലവരല്ല, ക്ഷമ ചെയ്തവരാണ്. ശല്യപ്പെടുത്തിയിട്ടുണ്ട് കുറേ എണ്ണത്തിനെ. നമ്മുടെ നാട്ടിൽ തന്നെ ഏലിയൻസ് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ചൈനയിൽ നിന്നുണ്ട് മനുഷ്യന്മാരോ. ചൈനയിലെ ഏലിയൻസ് ഇറങ്ങിയ അവിടുത്തെ കടയൊക്കെ പോയി ഏലിയൻസിൻ്റെ കൂട്ടത്തിലാണ്. നമ്മളൊന്നും അതിന് പോകാത്ത പ്രാവശ്യം ഇത്ര നേരമില്ലത് ഓരോ കഥ. എവിടെയാണ് ചില കുട്ടികളെ മരത്തുമ്മക്ക് തോക്കി വെച്ചാണ് മുട്ടകൾ തോട്ടി കഴിച്ചാണ് എടുക്കണേ. എടുക്കണേ അച്ഛക്കളെ കേട്ടിട്ടുണ്ടാവും എടുക്കണേ. അപ്പോൾ കൊയിനാടുമ്പോൾ അമ്മ വിളിക്കും. മോനാണ് അടുത്ത് കണ്ട് കൊടുക്കും കളിക്കും. ഒരു പ്രൈവറ്റ് സ്ഥലങ്ങളിലുണ്ട് വീഡിയോസ് ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. ചിന്ന വയ്യ
തൊലി ടേസ് തൊലികൾ കളഞ്ഞിട്ട് ഒന്നുകൂടെ നടക്കണം. ഞാൻ പറഞ്ഞിട്ടോ പേടിക്കണ്ട. അടിയിലാണ് ഞങ്ങളെ ഇഷ്ടമാണ് പാത്രം നിൽക്കിയിട്ട്. എനിക്ക് സോപ്പൊക്കെ വേണമെങ്കിൽ പറഞ്ഞോണ്ടിട്ടോ. സോപ്പും സാബൂനും ലിക്വിഡും അങ്ങനെ വേണമെങ്കിൽ പറഞ്ഞോളൂ. എൻ്റെ ഉമ്മാക്ക് കടയുണ്ട്, അങ്ങനെ കിട്ടും നിങ്ങൾക്ക്. നല്ല തന്നെ ഉണ്ടോ അപ്പോൾ സോപ്പ് ഇതില്ലേ നാരങ്ങ ലിക്വിഡ് ഇതുകൊണ്ടാണ് ആക്കുന്നത്. നല്ല സാധനമാണ്. ഇവിടെയൊക്കെ തൊലിയില്ലായിരുന്നു, തൊലിൻ്റെ പാട് കാണിച്ചത് നിങ്ങൾക്ക് അതൊന്നും വലിച്ചറിയില്ല. ഇത് സ്ട്രോങ് ആണ്, നിത്യാണ്. ഞാൻ എന്നും യൂസ് ചെയ്യുന്നതാണ്. എൻ്റെ അമ്മക്ക് നല്ല സ്ട്രോങ് ആയിട്ട് കിട്ടുന്നുണ്ടാവും. വേണ്ടി സീസണുള്ള ടീത്ത് സാധനങ്ങളൊന്നും ഭയങ്കര പോയിട്ടോ. ഇതെല്ലാം നിങ്ങൾ ഈ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കൊക്കെ ചളി പിടിച്ചിട്ടില്ലേ എനിക്ക് തിളങ്ങാണ്. എന്നെ കാണുന്നുണ്ടോ കാണുന്നുണ്ട് മിന്നി തിളങ്ങും ബസ്. ഒന്നുകൂടി കേക്ക് എടുക്കണം കേട്ടോ. ഞാൻ അറിയില്ല തുളിക്ക് സോപ്പുമ്പോഴായിരുന്നു പോലെ അറിയത്തില്ല. ഞാൻ അങ്ങനെ പിടിച്ചിരുന്നു. കളറിങ് വൈസ് അങ്ങനെ വെള്ളം 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 പരിപാടിയായിരുന്നു വൈസ്. കുറേ തൊലി വരച്ചിട്ട് തൊല്ലില്ലാത്ത സൂപ്പർ ലൈറ്റില്ല. ഇത് വേണം നമുക്ക് അതിലും വെച്ച് ചേർന്ന് ഗൈസ്. തൊഴിലില്ലാത്ത അവിടെ തൊഴിലില്ലാത്ത മുന്തിരിയാണ് കേട്ടോ. ഇവിടെ പറഞ്ഞ് തൊഴിലില്ലാക്കാണ് മിഷീൻ ഉണ്ട്, പക്ഷെ ഞങ്ങൾ ഉണ്ടാക്കില്ല. നിങ്ങൾക്ക് വേണോ ഒക്കെ ചോദിട്ടോ. എൻ്റെ വക്ക നിങ്ങൾക്ക് മുന്തിരി, തൊഴിലില്ലാത്ത മുന്തിരി, അപ്പോൾ തൊഴിലൊരു മുന്തിരി നിങ്ങൾക്ക് ബൈ ബൈ. See you.